റോൾസ്റ്റോ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിടി ഉണ്ടാക്കുമ്പോൾ ഉടഞ്ഞു പോവാതെ എങ്ങനെ പിടി തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുട്ടിൻ്റെ പൊടിയാണ്. ഈ പൊടി ഉപയോഗിച്ച് എങ്ങനെ പിടി തയ്യാറാക്കാം എന്ന് കാണാം. പിടി വയ്ക്കാനായിട്ട് ഞാനിവിടെ 4 കപ്പ് പൊടി എടുക്കുന്നുണ്ട്. നാല് കപ്പ് പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തേങ്ങ ചുരണ്ടിയതാണ്. ഈ തേങ്ങയും അരിപ്പൊടിയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. തേങ്ങ പരുപരുന്ന് ചുരണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ തേങ്ങ അങ്ങനെ കൊത്തൊക്കെ ഉള്ള തേങ്ങയാണെങ്കിൽ നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളത്തിൻ്റെ പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ജീരകം കൂടി അരച്ചതാണ്. ഒരു 10-15 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, ഇത് അരച്ചെടുത്തത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർക്കാം. വെള്ളം ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായി തിളച്ച ഈ വെള്ളം നമുക്ക് ഈ പുട്ടിൻ്റെ പൊടിയിലേക്ക് ചേർക്കാം. കുറച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. അല്പം കൂടി വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. വെള്ളത്തിൻ്റെ പ്രത്യേക കണക്കൊന്നുമില്ല. നമ്മളിങ്ങനെ ഇളക്കി കുഴഞ്ഞു വരുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഒക്കെ പാകത്തിന് കുഴച്ചെടുക്കും പോലെയാണ്. ഒട്ടും കുഴഞ്ഞു പോവാതെയാണ് നമ്മളിന്ന് പിടി ഉണ്ടാക്കുക. ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങോട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് പിടിക്ക് കുഴയ്ക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പിടിക്ക് കുഴയ്ക്കണ വല്ലാത്തൊരു ഭാരം പോലെയൊക്കെ തോന്നിയിരുന്നതായിരുന്നു. ഇന്നിപ്പം നമുക്കിത് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഉണ്ട ഉരുട്ടിയെടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഉണ്ട ഒറ്റെണ്ണം കലങ്ങാതെ നമുക്ക് കിട്ടുന്നതാണ്. നന്നായിട്ട് ഈ സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് സ്പൂണൊന്ന് മാറ്റി വെച്ചിട്ട് കൈ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പിടി ഉരുട്ടിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക. ഇതിലേക്ക് നമുക്ക് പിടി ഉരുട്ടിയിടാം. അതിനു മുമ്പ് നമുക്ക് അല്പം പൊടി പാത്രത്തിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം, പറ്റി പിടിക്കാതിരിക്കാനാണ്. അതുപോലെ തന്നെ സ്റ്റീം ചെയ്യാൻ വയ്ക്കുന്ന ഏത് പാത്രത്തിലാണോ ആ പാത്രത്തിൽ വേണം പിടി ഉരുട്ടിയെടുക്കാൻ. ഇനി കുഴച്ചെടുത്ത ആ
ബാറ്റർ ഉണ്ടല്ലോ നമ്മുടെ പിടിക്ക് കുഴച്ചെടുത്തത്, അത് കുറേശ്ശെ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ നമുക്ക് മുഴുവനും ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ പിടിയെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ 2 പാത്രത്തിലാണ് ആക്കിയിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. അടുത്തതായിട്ട് നമ്മുടെ പിടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പിടി ഒട്ടും കുഴഞ്ഞു പോവാതെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇഡലി പാത്രമാണ്. അതിലേക്ക് 1 പ്ലേറ്റ് പിടി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ പിടി 2ഉം സ്റ്റീം ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. പിടി വയ്ക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളത്തിൻ്റെ പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ പ്രത്യേക അളവൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ ആദ്യം തിളപ്പിക്കാനെടുത്ത വെള്ളം ഉണ്ടല്ലോ, പിടിക്ക് കുഴയ്ക്കാൻ വേണ്ടി. ആ വെള്ളത്തിൻ്റെ ബാലൻസ് വെളുത്തുള്ളി ജീരകം കൂടി അരച്ച് ചേർത്ത വെള്ളമാണ്. അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ പിടി ഇട്ട് കൊടുക്കാം. പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നികക്കെ വെള്ളം വേണം. പിടി താഴെ മീതെ വെള്ളമായിട്ട് കിടക്കണം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിക്ക് മുമ്പ് നമ്മൾ കൈ കൊണ്ടൊന്ന് ഇളക്കരുത്, കലങ്ങി പോവും. അപ്പം പിടി നന്നായി തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പതുക്കെ സാവധാനത്തിൽ വേണം ഇളക്കിയെടുക്കാൻ. അടിയെ പിടിക്കാതിരിക്കാൻ പാകത്തിന് ഒന്ന് ഇളക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയെ പിടിക്കരുത്. വെള്ളം വറ്റി വന്നു തുടങ്ങി. ഈ സമയം നമുക്കിതിലേക്ക് നമ്മുടെ പിടിക്ക് ഒരു പിടുത്തം വേണമല്ലോ. നമ്മൾ പറഞ്ഞു പിടി കലങ്ങി പോകില്ലെന്ന്. ഒറ്റ ഉണ്ടയും കലങ്ങിയിട്ടില്ല. ഒരു പിടുത്തം വേണം. അതിന് 1 ടേബിൾ സ്പൂൺ പുട്ടിൻ്റെ പൊടി, നമ്മൾ ആ വറുത്തെടുത്ത പുട്ടിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് കലക്കി ഒഴിക്കാവുന്നതാണ്. ഇനി പിടിയുടെ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് പിടി വാങ്ങാം. ഒട്ടും കലങ്ങി പോവാതെ പുട്ടുപൊടി കൊണ്ടാണ് നമ്മളിന്ന് പിടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി വാങ്ങി വെച്ച പിടി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കണം. അപ്പോഴാണ് പിടി കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് ഒന്ന് നിരത്തി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയ പിടി ഉണ്ടല്ലോ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. സാധാരണ പിടിയേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഒറ്റ പിടിയും കലങ്ങി പോവാതെയാണ് നമ്മൾ പിടി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ പിടിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കാം. കൂടെ ചിക്കൻ കറിയും. പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ പിടിയും തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കിയ കോഴിക്കറി, അതാണ് ഇന്നത്തെ നമ്മുടെ കോമ്പിനേഷൻ.